നമുക്കൊക്കെ വീട്ടുനികുതി അടയ്ക്കാൻ ഒരു ദിവസം വൈകിയാൽ മതി, അപ്പോൾ വരും വീട്ടിലേക്ക് നോട്ടീസ് അല്ലേ? അല്ലെങ്കിൽ പൈസ അടച്ചിട്ടില്ലെങ്കിൽ പെനാൽറ്റി അടിച്ചു കയറും. എന്നാൽ നമ്മുടെ അനന്തപുരിയിൽ, അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു പ്രത്യേകതരം നിയമമാണ് നിലവിലുള്ളത്. അവിടെ നികുതി കൊടുക്കാതിരിക്കുന്നത് ഒരു കലയാണ്. 100 200 107 കോടി രൂപയാണ് കോർപ്പറേഷന് പിരിച്ചെടുക്കാനുള്ളതെന്ന് കേൾക്കുമ്പോൾ നിസ്സാരമാണെന്ന് തോന്നാം. പക്ഷേ ഈ പൈസ ഉണ്ടെങ്കിൽ തിരുവനന്തപുരം നഗരത്തെ നമുക്ക് സ്വർണ്ണത്തിൽ പൊതിയാമായിരുന്നു. എന്നിട്ടും എന്താണ് ഈ പൈസ പിരിക്കാത്തത്? അധികാരികൾക്ക് മടിയാണോ അതോ പേടിയാണോ? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കോർപ്പറേഷനിലെ ഈ മഹാമനസ്കതയെക്കുറിച്ചാണ്. കേരള സ്റ്റേറ്റ് ഓഡിറ്റ് വകുപ്പിന്റെ 2023-24 റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് ഈ കളിപ്പീര് പുറം ലോകം അറിയുന്നത്. നഗരസഭയുടെ ഖജനാവ് കാലിയാണ്, പക്ഷെ പുറത്ത് പിരിച്ചെടുക്കാൻ കിടക്കുന്നതാകട്ടെ കോടികളും. ഏറ്റവും കൂടുതൽ കുടിശ്ശികയുള്ളത് എവിടെയാണെന്നറിയാമോ? നമ്മുടെ സെക്രട്ടേറിയറ്റും പ്രധാന ഓഫീസുകളും ഒക്കെയുള്ള പാളയം വാർഡിൽ. അവിടെ മാത്രം 827 കെട്ടിടങ്ങളിൽ നിന്നായി കിട്ടാനുള്ളത് 12.90 കോടി രൂപയാണ്. സർക്കാർ ഓഫീസുകൾ നികുതി അടക്കില്ലെന്ന് വാശി പിടിച്ച പിന്നെ സാധാരണക്കാരൻ എന്ത് ചെയ്യണം? 1994 മുനിസിപ്പാലിറ്റി ആക്ട് അനുസരിച്ച് സർക്കാർ കെട്ടിടങ്ങൾ നികുതി അടയ്ക്കണമെന്നാണ് നിയമം. പക്ഷെ നിയമമൊക്കെ പുസ്തകത്തിൽ ഇരിക്കട്ടെ, പൈസ മാത്രം തരാൻ പറ്റില്ല എന്നാണ് ഭാവം. ഏകദേശം 50 കോടിയാണ് സർക്കാർ വക കുടിശ്ശിക. ഇനി രസകരമായ കാര്യം ഇതൊന്നുമല്ല. ഈ കടമുറികളും ലേലങ്ങളും ഒക്കെ എടുത്തു വെച്ചിരിക്കുന്നത് ആരാണെന്ന് നോക്കിയാൽ അതിശയിച്ചു പോകും. ലോക്കൽ നേതാക്കളും അവരുടെ അനുഭാവികളും ബിനാമികളും. പാർട്ടിക്കാർക്കും അവരുടെ വേണ്ടപ്പെട്ടവർക്കും നികുതിയും വാടകയും ഒക്കെ എന്തിന്? എല്ലാം ഫ്രീ. ഇനി പാവം വല്ല ഉദ്യോഗസ്ഥരും പൈസ ചോദിച്ച് അങ്ങോട്ട് ചെന്നാലോ, അവിടെ റെഡിയായി ഗുണ്ടകൾ ഇരിപ്പുണ്ട്. പോയിട്ട് പിന്നെ വാടാ എന്നല്ല, ഇനി ഇങ്ങോട്ട് വന്നാൽ വിവരമറിയും എന്ന സ്റ്റൈലിലാണ് മറുപടി. ഉദ്യോഗസ്ഥരെ വിരട്ടുക, നികുതി വെട്ടിക്കുക, ഇതാണല്ലോ ഇപ്പോഴത്തെ മെയിൻ സ്ട്രീം പരിപാടി. ഓഡിറ്റ് വിഭാഗം ഈ കുടിശ്ശികയുടെ കണക്ക് ചോദിച്ചപ്പോൾ കോർപ്പറേഷൻ കൊടുത്ത മറുപടിയാണ് ഹൈലൈറ്റ്. 2024 ജനുവരി മുതൽ സഞ്ജയ സോഫ്റ്റ്വെയർ നിലവിലില്ല, അതുകൊണ്ട് വിവരങ്ങൾ ലഭ്യമല്ല. എങ്ങനെയുണ്ട് ബുദ്ധി? പൈസ കിട്ടാനുണ്ടെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ അത് ആരുടെ കയ്യിലാണെന്ന് ചോദിച്ചാൽ സിസ്റ്റം ഹാങ് ആയി പോയി എന്ന് പറയും. ഡിജിറ്റൽ ഇന്ത്യ എന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഡിജിറ്റലായി കണക്ക് മുക്കുന്നത് ഇതാദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വെറും 10 വാർഡുകളിൽ നിന്ന് മാത്രം കിട്ടാനുള്ളത് 37.84 കോടി രൂപ. ഹോട്ടലുകൾ, റിസോർട്ടുകൾ, മൊബൈൽ ടവറുകൾ, ഇവരിൽ നിന്നൊക്കെ പിരിക്കാനുള്ള 61 കോടി രൂപ ആരുടെ പോക്കറ്റിലേക്കാണ് പോകുന്നത്? നഗരത്തിലെ റോഡിലെ കുഴിയടയ്ക്കാൻ പണമില്ല എന്ന് പറയുന്നവർ ഈ 100 കോടി രൂപ പിരിച്ചെടുക്കാത്തത് ആരെ പേടിച്ചിട്ടാണ്? ഇതൊരു ചെറിയ വീഴ്ചയല്ല, ഇതൊരു കൃത്യമായ പ്ലാനിംഗ് ആണ്. വേണ്ടപ്പെട്ടവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക, ബാക്കി വരുന്ന ബാധ്യത പാവം പൊതുജനത്തിന്റെ തലയിൽ കെട്ടിവയ്ക്കുക. നഗരസഭയുടെ മെയിൻ ഓഫീസിലും കടകംപള്ളി സോണൽ ഓഫീസിലും ഒക്കെ വാടക ഇനത്തിൽ ലക്ഷങ്ങളാണ് ഓരോ മാസവും ചോർന്നു പോകുന്നത്. പാർക്കിംഗ് ഏരിയയിലും മാർക്കറ്റും വരെ നേതാക്കളുടെ ബിനാമികൾ ഭരിക്കുമ്പോൾ സാധാരണക്കാരന് എന്ത് നീതിയാണ് ലഭിക്കുക? ഈ റിപ്പോർട്ട് പുറത്തു വന്നിട്ടും അധികാരികൾക്ക് ഇപ്പോഴും കുലുക്കമില്ല. സോഫ്റ്റ്വെയർ ഇല്ലെന്ന മുടന്തൻ ന്യായവും പറഞ്ഞ് എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകും? എന്തായാലും VV രാജേഷിന്റെ നേതൃത്വത്തിൽ ഇതിലൊരു മാറ്റം വരുമെന്ന് തീർച്ചയാണ്. 50 കോടി രൂപയുടെ സർക്കാർ കുടിശ്ശികയും 50 കോടിയോളം വരുന്ന സ്വകാര്യ കുടിശ്ശികയും പിരിച്ചെടുത്താൽ തിരുവനന്തപുരം നഗരസഭയ്ക്ക് വേറെ എവിടെയും കൈനീട്ടേണ്ടി വരില്ല.